2-3 ദിവസമായിട്ട് ജസ്റ്റിനെ പറ്റിയുള്ള ഓരോ ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ ജസ്റ്റിനെ പറ്റി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് കോടതിയിൽ തന്നെ ഒരു വിധി പോലെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്കെതിരെ കേസെടുക്കണം, കാരണം അവിടെ വെച്ച് ഫോട്ടോസോ കാര്യങ്ങളോ എടുക്കരുത് എന്ന് ജസ്റ്റിനെ അടുത്ത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും കേൾക്കാതെ ജസ്റ്റിനെ പിന്നെയും എടുത്തായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല, ജസ്റ്റിനേക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഒരിക്കലും അവിടെ വീഡിയോസോ കാര്യങ്ങളോ ഇങ്ങനെ എടുക്കരുത്, അത് അവിടെ തന്നെ ഉള്ളവർ പറഞ്ഞിട്ടുള്ളതാണ്. അത് കേൾക്കാതാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് കേസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. കേസ് തന്നെ വന്നിട്ടുള്ളത് കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന പേരും പറഞ്ഞാണ് ഇപ്പം ജസ്റ്റിനെക്കെതിരെ കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതും ഇതിനു മുമ്പ് ഫസ്റ്റ് സമയത്തുണ്ടെങ്കിൽ കേക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ മുമ്പിൽ വെച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെളിയിൽ വിട്ട സമയത്ത് ഇതിനെക്കുറിച്ച് അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഇതേ കണക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്ത് ആണ് ഈ ദേവസ്വം ബോർഡിലുള്ളവർ തന്നെ ഇതിൻ്റെ കേസും കാര്യങ്ങളുമായിട്ട് പോയിട്ടുള്ളത്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്, ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ കലാപത്തിലേക്ക് ചെല്ലും, അത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാക്കുമെന്ന് കോടതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. പക്ഷേ അതൊക്കെ എന്താ പറയുക, അതൊന്നും മൈൻഡ് ചെയ്യാതാണ് ജസ്റ്റിന് അവിടെ ചെന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഇതേ കണക്ക് ഇട്ടത്. അത് ഭയങ്കര പ്രശ്നമായി. അതിനെപ്പറ്റി കേസും കാര്യങ്ങളും ഇപ്പം ജസ്റ്റിനെക്കെതിരെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വന്നതിന് ശേഷം ജസ്റ്റിനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം കുറേയധികം പേര് റിയാക്ട് ചെയ്യുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് എന്നെ ജയിലിൽ പിടിച്ചിട്ടു, ഞാൻ ഒളിവിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ എന്നെ വെച്ച് കാശുണ്ടാക്കുന്നല്ലേ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അതിൽ ഒരു മാറ്റമോ ഒരു കാര്യമില്ല, അതിലൊന്നും ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യരുത്, ഒരു സ്ഥലത്ത് ഇപ്പം ഗുരുവായൂർ ഇങ്ങനത്തെ കുറേ നിയമങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം അത് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ജസ്റ്റിൻ. കാരണം എല്ലാ വർഷവും പോകുന്നതാണ്, അവിടെ പടം വരച്ച് കൃഷ്ണൻ്റെ പടം വരച്ച് കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ജസ്റ്റിന് തന്നെ ഇതേ കണക്ക് അവിടുത്തെ നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ അവിടുത്തെ കലാപ രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ജസ്റ്റിന് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ വന്നിട്ട് ഇതേ കണക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിടുന്നു. ഇതൊക്കെ വരുമ്പോഴത്തേനും അവിടുത്തെ പ്രശ്നങ്ങൾ വലുതാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ചെയ്യാതിരിക്കാൻ ഇപ്പം വന്നിട്ട് അവർ വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതിയല്ലോ, കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ അത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിയിൽ വിടുമ്പോഴത്തേനും അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതായിരിക്കും. അത് മനസ്സിലാക്കാതാണ് ജസ്റ്റിനെ ഇപ്പോൾ ഇതേ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതെന്താണെന്ന് പറഞ്ഞിട്ടുമില്ലായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റായിട്ട് കഴിഞ്ഞ ദിവസം വിഷു ആയിരുന്നു. ആ ഒരു വിഷു ദിനത്തിൻ്റെ അന്ന് തന്നെ ഒരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണോ എന്ന് അറിയത്തില്ല, അവിടെ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ട് കണി പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെ ആ ഒരു വിഗ്രഹത്തിൽ ഉമ്മ വെക്കുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസും കാര്യങ്ങളും എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാനാണ് നേരത്തെ ചോദിച്ചുള്ളൂ. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ലിമിറ്റുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ജസ്റ്റിനെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു കാര്യമാണ്. ഇത് ചിലപ്പോൾ വലിയ പ്രശ്നത്തിലേക്കൊക്കെ പോകുന്ന ഒരു ഘട്ടം വരുന്നതായിരിക്കും. അത് ജസ്റ്റിന് മനഃപൂർവ്വമാണോ അതോ അറിയാതെ ചെയ്യുന്നതാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതല്ലേ റൈറ്റായിട്ടുള്ളൊരു കാര്യം. പക്ഷേ അത് ജസ്റ്റ് അത് കേൾക്കുന്നതേ ഇല്ല. ജസ്റ്റിനൊക്കെ വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഉറപ്പായിട്ടും വിശ്വസിക്കേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾക്കൊന്ന് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക, അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റിന് അതിനി ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.